ياسين والقرآن الحكيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസ്സുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, ഖുർആൻ പഠനത്തിൻ്റെ പോരിശയും ശ്രേഷ്ഠതയും നമ്മൾ കണക്ക് കൂട്ടുന്നതിനുമൊക്കെ എത്രയോ അപ്പുറത്താണ് നാളെ ആഖിറത്തിലെത്തുന്ന ഖുർആനിൻ്റെ ആളോട് പറയപ്പെടുന്നൊരു വാക്ക് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളോട് നാളെ ആഖിറത്തിൽ വെച്ച് പറയപ്പെടും, ഇഖ്റ വർത്തഖി, നീ ഓതിക്കോ, എന്നിട്ട് പദവികൾ ഇങ്ങനെ കയറിപ്പോയിക്കോ, വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് എങ്ങനെയാണോ നീ സാവകാശം തർത്തീലായിട്ട് ഖുർആൻ പാരായണം ചെയ്തത് അങ്ങനെ നീ പാരായണം ചെയ്യ്. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ ഓതിയിട്ട് നിർത്തുന്ന അവസാനത്തെ ആയത്തുണ്ടല്ലോ, അവിടെയാണ് നിന്റെ സ്ഥാനം. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠിക്കാനും ഹിഫ്ളാക്കാനും നമുക്ക് ഏറെ പ്രോത്സാഹനവും പ്രേരണയും തരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് കുറഞ്ഞ സമയമാണെങ്കിലും നമ്മൾ ഖുർആന് വേണ്ടിയിട്ട് മാറിയിരിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു. നിലവിൽ സൂറത്തു യാസീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 27 ആയത്തുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ 27 ആയത്തുകളും ഹിഫ്ളാക്കി എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഖുർആനിൻ്റെ ഹിഫ്ള് ചെറിയൊരു സംഗതിയല്ല. സ്വർഗത്തിൽ നമ്മുടെ പദവി കൂടുമെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമാണോ? ഹിഫ്ളിൻ്റെ കാര്യം നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണണം. ഈ ആയത്തുകൾ ഹിഫ്ളാക്കാത്തവരുണ്ടെങ്കിൽ ഹിഫ്ളാക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. ഹിഫ്ളാക്കിയവർ അതിൻ്റെ മുറാജഅ, റിവിഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമാം നവവി റഹിമുള്ള അദ്ദേഹത്തിൻ്റെ മജ്മൂഇൽ പറയുന്നുണ്ട്, സലഫുകൾ ഖുർആൻ ഹിഫ്ളാക്കാത്തവർക്ക് ഹദീസും ഫിഖ്ഹും പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. അത്രക്കും പ്രാധാന്യം ഹിഫ്ളിന് മുൻഗാമികൾ നൽകിയിരുന്നു. ഖുർആൻ ഹിഫ്ളിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ മുന്നോട്ട് വരേണ്ടതില്ലേ, ശ്രദ്ധിക്കേണ്ടതില്ലേ എന്ന് നമ്മൾ ആലോചിക്കുക. ഏറ്റവും ചുരുങ്ങിയത് തഹസ്സുലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ആയത്തുകൾ ഹിഫ്ളാക്കാൻ കൂടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. കാരണം അതിന് വലിയ ശ്രേഷ്ഠതയും പുണ്യവും ഉണ്ട്. 10 ആയത്ത് പഠിച്ച ഒരാളും 11 ആയത്ത് പഠിച്ച ഒരാളും ഒരുപോലെയല്ല. 15 ആയത്ത് പഠിച്ച ഒരാളും 20 ആയത്ത് പഠിച്ച ഒരാളും ഒരുപോലെയല്ല. ഓരോ ആയത്തും അധികം പഠിക്കുന്നതനുസരിച്ച് കൂലിയുണ്ട്, പുണ്യമുണ്ട്, അതിൻ്റെ ആഖിറത്തിൽ വലിയ നേട്ടങ്ങളും മെച്ചങ്ങളും ഉണ്ട് എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം. അള്ളാഹു ഖുർആനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി സൂറത്തു യാസീനിലെ 28 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് എടുക്കാനുള്ളത്. ആദ്യം ആ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. നിങ്ങൾ കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون. അസ്ഹാബുൽ ഖറിയക്കാർ സാഹിബു യാസീനെ വധിച്ചു എന്നാണ് നമുക്ക് ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തഫ്സീറുകളിൽ ആ വിഷയം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചതാണ്. അങ്ങനെ ദൂതന്മാരെ ധിക്കരിക്കുകയും സാഹിബു യാസീനെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ജനതയെ
അള്ളാഹു വമ്പിച്ച ശിക്ഷ കൊണ്ട് നശിപ്പിച്ച് കളയാൻ. അതിനു വേണ്ടിയിട്ട് ആകാശത്തു നിന്നൊരു പട്ടാളത്തെ അയക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അള്ളാഹു അങ്ങനെ അയക്കുന്ന പതിവുമില്ല. ഒരു ഘോര ശബ്ദമുണ്ടായി, അവർ നശിച്ചു. ആ ജനതയുടെ കഥ കഴിഞ്ഞു. ഇത്രയും വമ്പിച്ച ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ റസൂലുമാരെയും അള്ളാഹുവിൻ്റെ വഹീനെയും പരിഹസിക്കുകയും കളവാക്കുകയും തള്ളിക്കളയുകയും ചെയ്തതുകൊണ്ടാണ്. അസ്ഹാബുൽ ഖറിയക്കാരെ അള്ളാഹു നശിപ്പിച്ചതിൻ്റെ കഥയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഖുർആനിൽ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പറയുന്നിടത്ത് 2 തരത്തിലുള്ള ചരിത്രമുണ്ട് എന്ന് നമ്മൾ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന്, നമ്മൾ ഫോളോ ചെയ്യേണ്ട ആൾക്കാരാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, ആരെ മാതൃകയാക്കണം, ആരെ പിന്തുടരണം, അതിനുള്ള മാതൃകകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിമാരും അവരെ പിൻപറ്റിയ നല്ലവരായ അവരുടെ അനുയായികളും. ആരെ നമ്മൾ പിൻപറ്റാൻ പാടില്ല, ആരെപ്പോലെ ആകാൻ പാടില്ല, അതും ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് മൂസാ നബിൻ്റെ കാലത്തുള്ള ഫിറഔനും ഖാറൂനും, സാലിഹ് നബിയുടെ സമൂദും, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദും, ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മദിയനും, ലൂത്ത് നബിയുടെ ജനതയും. ഇങ്ങനെ നബിമാരെ നിഷേധിക്കുകയും കളവാക്കുകയും തള്ളിക്കളയുകയും പരിഹസിക്കുകയും അതിനുമൊക്കെ അപ്പുറം നബിമാരുടെ കൂട്ടത്തിൽ പലരെയും വധിച്ചു കളയുകയും ചെയ്ത ഒരു കൂട്ടം മനുഷ്യർ. അവരെപ്പോലെ ആകാൻ പാടില്ല നമ്മൾ. അസ്ഹാബുൽ ഖറിയക്കാരെ പറ്റിയിട്ട് അള്ളാഹു പറയുന്ന വാക്കുകളിലേക്ക് നമുക്ക് വരാം. 28-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. അതാണ് 28-ാമത്തെ ആയത്ത്. വമാ അൻസൽന, നാം ഇറക്കിയിട്ടില്ല. അൻസല യുൻസിലു ഇൻസാൽ എന്ന് പറഞ്ഞാൽ ഇറക്കുക എന്നാണ് അർത്ഥം. ഇറക്കുക. അലാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ, സാഹിബു യാസീനിൻ്റെ ജനതയുടെ മേൽ, അസ്ഹാബുൽ ഖറിയക്കാരുടെ മേൽ. മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷം, അദ്ദേഹത്തെ അവർ കൊന്നു, അതിന് ശേഷം. മിൻ ജുന്ദിൻ, ജുന്ദുൻ എന്ന് പറഞ്ഞാൽ സൈന്യം എന്നാണ് അർത്ഥം. ജുന്ദുൻ എന്ന് പറഞ്ഞാൽ സൈന്യം. ജുനൈദ് എന്ന് നമ്മുടെ നാട്ടിൽ ചിലർക്കൊക്കെ പേരുണ്ടാവലുണ്ട്. ജുനൈദ് എന്ന് പറഞ്ഞാൽ കൊച്ചു സൈന്യം എന്നാണ്. കൊച്ചു സൈന്യം. മിനസ്സമായി, ആകാശത്ത് നിന്ന്. വമാ കുന്നാ മുൻസിലീൻ, നാം അങ്ങനെ ഇറക്കുന്നവനും അല്ല. അപ്പോൾ സാഹിബു യാസീന് ശേഷം അദ്ദേഹത്തിൻ്റെ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹു ആകാശത്ത് നിന്ന് ഒരു സൈന്യത്തെ ഒന്നും ഇറക്കിയിട്ടില്ല. അങ്ങനെ ഇറക്കുന്ന പതിവും അള്ളാഹുവിനില്ല. അതാണ് ഈ പറഞ്ഞ 28-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. പിന്നെ എന്താണ് അവർക്ക് സംഭവിച്ചത്? അവരെങ്ങനെയാണ് അള്ളാഹു നശിപ്പിച്ചത്? അതാണ് 29-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദതൻ ഫഇദാ ഹും ഖാമിദൂൻ. ആ സംഭവം അതൊരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. സൈഹത്തുൻ എന്ന് പറഞ്ഞാൽ ഘോര ശബ്ദം എന്നാണ് അർത്ഥം. വാഹിദത്തൻ, ഒറ്റ ഘോര ശബ്ദം. സൈഹത്തുൻ വാഹിദ, ഒറ്റ ഘോര ശബ്ദം, അതല്ലാതെ വേറൊന്നും ആയിരുന്നില്ല. ഫഇദാ ഹും ഖാമിദൂൻ, ആ ശിക്ഷ വന്നതോടുകൂടി അവരതാ നശിച്ച് കെട്ടടങ്ങിയവരായിരിക്കുന്നു. ഹമദ യഹ്മുദു ഹംദൻ വ ഹുമൂദൻ ഫഹുവ ഖാമിദ്. ഹമദ എന്ന് പറഞ്ഞാൽ അടങ്ങുക, ശാന്തമാവുക. ഈ പനിയൊക്കെ മാറുന്നതിന് അറബിയിൽ ഹമദ എന്ന് പറയലുണ്ട്. ഒരു രോഗി ബോധം കെട്ട് വീഴുന്നതിന് ഹമദ എന്ന് പ്രയോഗിക്കലുണ്ട്. അതുപോലെ തന്നെ ഒരാൾ നിശബ്ദമാകുന്നതിന് ഹമദ ഫുലാനുൻ, അയാൾ നിശബ്ദനായി എന്ന അർത്ഥത്തിൽ പറയലുണ്ട്. തീ കെട്ടടങ്ങുന്നതിന് ഹമദ എന്ന് പറയലുണ്ട്. ഏതായാലും ഇവർ നശിപ്പിക്കപ്പെട്ടു. അതാണ് ഫഇദാഹും ഖാമിദൂൻ, അവർ നശിച്ച് കെട്ടടങ്ങിയവരായി എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, 28-ാമത്തെ ആയത്തിനെ പറ്റിയിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുവിന് ഇവരെ നശിപ്പിക്കാൻ ആകാശത്തുനിന്ന് ഒരു സൈന്യത്തെ ഇറക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ റബ്ബിന് അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല. അത് അള്ളാഹുവിൻ്റെ മഹത്വത്തെയും അവൻ്റെ വലുപ്പത്തെയും ആണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. മനുഷ്യരുടെ ദുർബലതയെയും അവരുടെ കഴിവുകേടിനെയുമാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഏറ്റവും ചെറിയ നിലക്കുള്ള ഒരു ശിക്ഷ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വരുമ്പോഴേക്കിനും അവരതിൽ തീരുമാനമായി. വേറെ ഒരു സൈന്യത്തിൻ്റെ ആവശ്യം അവർക്കില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ റബ്ബിൻ്റെ കഴിവെത്രയാണ്, അവൻ്റെ ശക്തി എത്രയാണ്. നമ്മൾ മനുഷ്യർ
എത്ര ധിക്കരിച്ചാലും എത്ര അഹങ്കരിച്ചാലും എത്ര നെഞ്ചും വിരിച്ച് നടന്നാലും നമ്മൾ എത്ര നിസ്സാരന്മാരാൻ. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അള്ളാഹു ആ ജനതയെ ശിക്ഷിക്കാനുള്ള കാരണം അവർ അള്ളാഹുവിൻ്റെ റസൂലുമാരെ കളവാക്കി, അള്ളാഹു അവരിലേക്ക് അയച്ചിട്ടുള്ള ദൂതന്മാരെ അവർ അനുസരിച്ചില്ല, അവർ ധിക്കരിച്ചു, അനുസരണക്കേട് കാണിച്ചു, പോരാത്തതിന് അവർ വധിച്ചു കളയുകയും ചെയ്തു. അതിനുള്ള ശിക്ഷയാണ് അസ്ഹാബുൽ ഖറിയക്കാരുടെ മേൽ ഇറങ്ങിയത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. വമാ അൻസൽന അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദി മിനസ് സമാ എന്ന് പറഞ്ഞല്ലോ, ആകാശത്ത് നിന്നുള്ള സൈന്യം. ആരാണ് ഈ സൈന്യം? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഐ മലായികത്തുൻ, മലക്കുകളാൻ. മലക്കുകൾ അള്ളാഹുവിൻ്റെ സൈന്യങ്ങളാൻ. അവരെ പറ്റിയിട്ട് ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും സൈന്യം എന്ന പ്രയോഗം അള്ളാഹു നടത്തിയത് കാണാൻ പറ്റും. സൂറത്തു അൽ മുദ്ദസിറിലെ 31-ാമത്തെ ആയത്ത്, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹുവിൻ്റെ സൈന്യങ്ങളെ പറ്റിയിട്ട് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. സൂറത്തു അസ്സാഫാത്തിലെ 173-ാമത്തെ ആയത്ത്, വ ഇന്ന ജുന്ദനാ ലഹും അൽ ഗാലിബൂൻ, നമ്മുടെ സൈന്യം എന്ന് മലക്കുകളെ പറ്റിയിട്ട് പറഞ്ഞത് കാണാൻ പറ്റും. അപ്പം അള്ളാഹുവിൻ്റെ സൈന്യം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മലക്കുകളാണ്, നമ്മുടെ റബ്ബിൻ്റെ മലക്കുകളാണ് ജുന്ദുൻ എന്ന പ്രയോഗം കൊണ്ടുള്ള ഉദ്ദേശം. ഇനി വമാ കുന്ന മുൻസിലീൻ എന്ന് പറഞ്ഞല്ലോ, നാം അങ്ങനെ ഇറക്കുന്നവരുമല്ല എന്ന് പറഞ്ഞല്ലോ. എന്താ അതുകൊണ്ടുള്ള ഉദ്ദേശം? അള്ളാഹു തീരെ മലക്കുകളെ ഇറക്കിയിട്ടില്ല എന്നാണോ? മലക്കുകളെ ഇറക്കിയിട്ട് അള്ളാഹു നശിപ്പിച്ച ജനതയുണ്ട്, അള്ളാഹു ശിക്ഷിച്ച ജനതയുമുണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇവരുടെ അസ്ഹാബുൽ ഖറിയക്കാരുടെ കേസിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? മലക്കുകളെ ഇറക്കിയിട്ടില്ല. അതല്ലാതെ അള്ളാഹു തീരെ മലക്കുകളെ ഇറക്കിയിട്ടില്ല എന്നതല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മലക്കുകളെ അള്ളാഹു ബദറിൽ ഇറക്കിയിട്ടുണ്ട്. ബദറിൽ അള്ളാഹു മലക്കുകളെ ഇറക്കിയിട്ട് മുസ്ലിങ്ങളെ സഹായിച്ചു, ശത്രുക്കളെ മക്കക്കാരെ പരാജയപ്പെടുത്തി. ഹുനൈൻ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അഹ്സാബ് യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റബ്ബ് തീരെ മലക്കുകളെ ഇറക്കിയിട്ട് ആരെയും നശിപ്പിച്ചിട്ടില്ല എന്നതല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അസ്ഹാബുൽ ഖറിയക്കാരുടെ വിഷയത്തിൽ അങ്ങനെ ഇറക്കിയിട്ടില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ അടക്കം മലക്കുകളെ ഇറക്കിയിട്ട് അള്ളാഹു ശിക്ഷിച്ചതും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ സൈന്യത്തെ ഇറക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സൈന്യം കൊണ്ടുള്ള ഉദ്ദേശം റിസാലത്തും നുബുവത്തുമാണ്. ഇവർക്ക് ശേഷം വേറൊരു റസൂലിനെ സന്ദേശവുമായിട്ട് അള്ളാഹു അയച്ചിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് ഇമാം മുജാഹിദ് റഹിമുള്ളയും ഖത്താദ റഹിമുള്ളയും ഒക്കെ പറഞ്ഞത് ഇബ്നു കസീറിൽ കാണാം. ഇബ്നു കസീർ റഹിമുല്ലാഹു തആലയുടെ തഫ്സീറിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഇബ്നു ജരീർ അത്തബരി, ഇമാം തബരി റഹിമുല്ല അതിൽ പറയുന്ന അഭിപ്രായം, അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഇത് മലക്കുകളാണ് എന്നത് തന്നെയാണ്. ശിക്ഷയുടെ മലക്കുകൾ, അതല്ലാതെ റിസാലത്തെ അല്ല അവിടെ ഉദ്ദേശം. അള്ളാഹു ഇവർക്ക് ശേഷം വേറെ റിസാലത്ത് അവർക്ക് ഇറക്കി കൊടുത്തിട്ടില്ല എന്നതല്ല അവിടെ അർത്ഥമാക്കുന്നത്, മറിച്ച് ശിക്ഷയുടെ മലക്കുകളെ ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതല്ലാതെ റിസാലത്തിന് ജുണ്ട് എന്ന് പ്രയോഗിക്കാറില്ല, സൈന്യം എന്ന് പ്രയോഗിക്കാറില്ല. മാത്രമല്ല ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ശേഷം വരുന്ന ആയത്തിൻ്റെ ഭാഗങ്ങളിലും അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇൻകാനത്തില്ല സൈഹത്തൻ വാഹിദ, അതൊരു ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവിടൊക്കെ ഉദ്ദേശം ശിക്ഷ തന്നെയാണ് എന്ന് ചുരുക്കം. ഇനി ഈ ജനതയെ എങ്ങനെയാണ് നശിപ്പിച്ചത്? തഫ്സീറിലുള്ള ഒരു അഭിപ്രായം കാണുക. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല മുഫസ്സിറുകളുടെ അഭിപ്രായമായിട്ട് പറയുന്നുണ്ട്, അള്ളാഹു അവരിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അയച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ അവരുടെ നഗരത്തിൻ്റെ കവാടത്തിൻ്റെ ഇരുവശങ്ങളിലെയും കട്ടളകളിൽ പിടിച്ചു. തുടർന്ന് അവരെ നോക്കിയിട്ട് ഒരൊറ്റ അട്ടഹാസം മുഴക്കി. പെട്ടെന്ന് തന്നെ അവർ അവസാനത്തെ ആളടക്കം, ലാസ്റ്റ് മനുഷ്യനടക്കം ജീവനറ്റവരായിട്ട് മാറി. ഒരാളിലും ജീവൻ ബാക്കി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് അസ്ഹാബുൽ ഖറിയക്കാർ നശിപ്പിക്കപ്പെട്ടത് എന്ന് തഫ്സീറുകളിൽ കാണാം, മുഫസ്സിറുകളുടെ അഭിപ്രായമായിട്ട് കാണാം. എന്നാൽ വല്ലാഹു ആലം ആരാണ് ആ സ്വൈഹത്ത് ഘോര ശബ്ദമുണ്ടാക്കിയത് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതാരാണ് എന്ന് നമ്മൾ തേടി പോകേണ്ട കാര്യമില്ല. ഏതായാലും ആ ഒരു ഘോര ശബ്ദം വഴിയാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? ആ ജനതയെ നശിപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലുമാരോട് ധിക്കാരം കാണിക്കുന്ന, അനുസരണക്കേട് കാണിക്കുന്ന മനുഷ്യന്മാരുടെ പര്യവസാനം എത്ര മോശമാണ് എന്ന് നമ്മൾ ആലോചിക്കുക. ഈ ഘോര ശബ്ദമുണ്ടാക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് എന്ന അഭിപ്രായത്തെ പറ്റിയിട്ട്
ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ആ ഘോര ശബ്ദമുണ്ടാക്കിയ ആളാരാണ് എന്ന് അള്ളാഹു നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ തെളിവില്ലാതെ അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് മാർഗങ്ങളൊന്നും ഇല്ല. അള്ളാഹു അങ്ങനെ പേരെടുത്ത് പറഞ്ഞു തരാത്ത ഒരു വിഷയത്തിൽ അങ്ങനെ പേര് പറയാന്നുള്ളത് നമുക്ക് അനുയോജ്യമായ സംഗതിയല്ല, നമുക്കതിനുള്ള അവകാശവും ഇല്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ലാത്തതുകൊണ്ട് ആളെ നമ്മൾ നിശ്ചയിക്കേണ്ടതില്ല. അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, അതിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇനി ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫവായിദുകൾ, സന്ദേശങ്ങളും ഗുണപാഠങ്ങളും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എണ്ണി പറയുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. ഒന്നാമത്തെ ഫായിദ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ചില ജനങ്ങളെ നശിപ്പിക്കാൻ അള്ളാഹു മലക്കുകളെ ഇറക്കിയിട്ടുണ്ട്. അതല്ല എങ്കിൽ ഇവിടെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വമാ അൻസൽന അലാ ഖൗമിഹി മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ അള്ളാഹു മലക്കുകളെ ഇറക്കിയിട്ടില്ല. ഇവിടെ പ്രത്യേകം പറയാനുള്ള കാരണം അള്ളാഹു ഇറക്കിയ വേറെ ടീമുണ്ട്. അതല്ല എങ്കിൽ ഇവിടെ ഇവരുടെ കേസിൽ മാത്രം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു തീരെ ഇറക്കിയിട്ടില്ല എങ്കിൽ അല്ലാഹു അലം. അതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന ഒന്നാമത്തെ ഫായിദ. രണ്ടാമത്തെ ഫായിദ, മലക്കുകൾ അള്ളാഹുവിൻ്റെ സൈന്യമാണ്. ജുന്ദുൻ എന്നാണ് അവരെ പറ്റിയിട്ട് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത്, മലക്കുകളുടെ ഇടം ആകാശമാണ്, അവർ ആകാശത്തുള്ളവരാണ്. അതാണ് ജുന്ദി മിനസ് സമായി, ആകാശത്ത് നിന്നുള്ള സൈന്യമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് അടിസ്ഥാനം. എന്നാൽ ചില സമയങ്ങളിൽ അവരെന്ത് ചെയ്യും, ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ലൈലത്തുൽ ഖദർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ജിബ്രീലും മലക്കുകളും ഇറങ്ങി വരുന്നു. മനുഷ്യന്മാരെ സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടി അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളുണ്ട്. അവരുടെ കർമ്മങ്ങൾ എഴുതാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളുണ്ട്. വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ പേരുകൾ എഴുതാനുള്ള മലക്കുകളുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതല്ല എങ്കിൽ മലക്കുകളുടെ അടിസ്ഥാനം എന്നത് അവർ ആകാശത്തുള്ളവരാണ് എന്നതാണ്. നാലാമത്തെ ഫായിദ, ഈ ജനങ്ങളുടെ നിസ്സാരതയാണ്. അവരെ നശിപ്പിക്കാൻ അള്ളാഹുവിനൊരു സൈന്യത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അത്ര ദുർബലരാണ്, നിസ്സാരന്മാരാണ് ഈ ധിക്കാരികളായ 3 റസൂലുമാരെ നിഷേധിച്ച ടീം. ഇത്ര ദുർബലരാണ് എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. അഞ്ചാമത്തെ ഫായിദ, ബയാനു അദമത്തില്ല, അള്ളാഹുവിൻ്റെ മഹത്വം അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തരികയാണ്. വമാ അൻസൽനാ, അള്ളാഹു ബഹുവചന രൂപത്തിലാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അത് അള്ളാഹുവിൻ്റെ ആ വലുപ്പം അറിയിക്കാനുള്ള തരത്തിലുള്ള പ്രയോഗമാണ്. ജംഇൻ്റെ സിഗയിൽ ബഹുവചനത്തിന് ഉപയോഗിക്കുന്ന പ്രയോഗത്തിൽ അള്ളാഹുവിനെ പറ്റിയിട്ട് പറയുന്നു. വമാ കുന്നാ മുൻസിലീൻ, അതും അതേപോലെ തന്നെയാണ്, ബഹുവചന രൂപമാണ്. അള്ളാഹു ഒരാളാണ്, പക്ഷെ ആ ഒരാളെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരുപാട് ആളുകളെ പറ്റിയിട്ട് പറയുന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ അറിയിക്കാനുള്ള പ്രയോഗമാണ്. ആറാമത്തെ ഫായിദ, ഒറ്റ ഘോര ശബ്ദമാണ് ഉണ്ടായത്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒറ്റ ഘോര ശബ്ദം ഉണ്ടായി, അതോടുകൂടി മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെട്ടു. സയ്ഹത്തൻ വാഹിദ, ഒറ്റ ഘോര ശബ്ദം എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ കോലം എങ്ങനെയാണ്, അതിൻ്റെ രീതി എന്താണ് ആ ശബ്ദം, അതൊന്നും നമുക്കറിയില്ല. നമുക്കറിയുന്നത് എന്താണ്, ഒരു ഘോര ശബ്ദം ഉണ്ടായി, അതോടുകൂടി മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെട്ടു. ഏഴാമത്തെ ഫായിദ, അള്ളാഹുവിൻ്റെ കുദറത്താൻ, അള്ളാഹുവിൻ്റെ കഴിവ്. അള്ളാഹുവിൻ്റെ ശത്രുക്കളും അള്ളാഹുവിൻ്റെ എതിരാളികളുമായിട്ട് ആര് നിന്നാലും, അവരെത്ര കരുത്തരാണെങ്കിലും, അവർ എത്ര ആളുകളുണ്ടെങ്കിലും, അവരുടെ ആൾബലവും അവരുടെ ശക്തിബലവും ഒന്നും പ്രശ്നമല്ല. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ കുൻ ഫയക്കൂൻ, അതങ്ങനെ ആകണമെന്ന് പറയുന്നു, അതങ്ങനെ ആകുന്നു. അത് അള്ളാഹുവിൻ്റെ കുദറത്താൻ, അള്ളാഹുവിൻ്റെ കഴിവാണ്. കേവലം ഒരു ശബ്ദം മതി, വേറെ ഒന്നും വേണ്ട. ഇവിടെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒരു ശബ്ദമാണ് ഉണ്ടായത്. ആ ശബ്ദം വഴി തന്നെ മുഴുവൻ മനുഷ്യന്മാരെയും നശിപ്പിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. എട്ടാമത്തെ ഫായിദ, മലക്കുൽ മൗത്ത് മനുഷ്യന്മാരുടെ റൂഹിനെ പിടിക്കുന്നത്, അത് നമ്മൾ സങ്കല്പിക്കുന്നതും നമ്മൾ കണക്ക് കൂട്ടുന്നതിനൊക്കെ എത്രയോ അപ്പുറത്താണ്. ഇവരൊക്കെ ഒരേ സമയത്ത് മരിക്കുന്നവരാണല്ലോ. അപ്പോൾ എങ്ങനെയപ്പോൾ ഒരേ സമയത്ത് എല്ലാവരുടെയും റൂഹ് മലക്കുൽ മൗത്ത് പിടിക്കാമെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, അത് ഗൈബി ആയിട്ടുള്ള കാര്യമാണ്. ഗൈബി ആയിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ അതിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ കോലം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് അംറുൻ ഗൈബിയാണ്, അദൃശ്യമായ കാര്യമാണ്, ഗൈബി ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നമ്മൾ കൈഫ് എന്നുള്ള ചോദ്യത്തിന്, എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് അവിടെ
പ്രസക്തി ഇല്ല, അത് ചോദിക്കാനും പറ്റൂല. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല കൈഫസ്തവ, അള്ളാഹു എങ്ങനെയാണ് ഇസ്തിവ ചെയ്യുന്നത് ചോദിച്ച ആളോട് പറഞ്ഞത് അൽ കൈഫു ഗൈറു മഅഖൂൽ, അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന സംഗതിയല്ല. ഇനി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്ന ഒരു ഫായിദ കൂടിയുണ്ട്. അഥവാ ഈ അസ്ഹാബുൽ ഖറിയക്കാർ അവർ അൻതാക്കിയക്കാരല്ല, അൻതാക്കിയ പട്ടണക്കാരല്ല ഈ പറഞ്ഞ ആൾക്കാർ എന്നതിനുള്ള ഒരു തെളിവ് കൂടി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല കൂട്ടിച്ചേർക്കുകയാണ്. ഇവർ അൻതാക്കിയ പട്ടണക്കാരാണ്, ഈസാ നബിയുടെ ദൂതന്മാരാണ് ഇവരിലേക്ക് വന്ന റസൂലുമാരി എന്ന മുഫസ്സിറുകളുടെ ഒരു വ്യാഖ്യാനം നമ്മൾ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ വാദം ശരിയല്ല എന്നതിന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്ന കാര്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് കൊടുത്തതിന് ശേഷം അള്ളാഹു ഒരു ജനതയെ ഒന്നടങ്കം നശിപ്പിച്ചിട്ടില്ല. ഈസാ നബി മൂസാ നബിക്ക് ശേഷമാണല്ലോ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ അസ്ഹാബുൽ ഖറിയക്കാർ ഒന്നടങ്കം നശിപ്പിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് നൽകുന്നതിന് മുമ്പുള്ള ജനതയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതല്ലാതെ ഈസാ നബിയുടെ റസൂലുമാർ വന്ന ആ ഒരു പട്ടണമല്ല ഇത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു. വല്ലാഹു അലം. ഏതായാലും ഈ 2 ആയത്തുകളിൽ നമുക്ക് കിട്ടേണ്ട പാഠങ്ങളും സന്ദേശങ്ങളുമാണ് ഓർമ്മപ്പെടുത്തിയത്. തുടക്കത്തിൽ പറഞ്ഞ ഹിഫ്ളിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. കഴിയുന്ന ആളുകളൊക്കെ നമ്മൾ ഓരോ ആയത്തും എടുത്തു പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മുമ്പ് പഠിച്ചിട്ടുള്ള ആൾക്കാർ അത് റിവൈസ് ചെയ്യാൻ, അത് മുറാജ നടത്താൻ, റിവിഷൻ നടത്താൻ ശ്രമിക്കുക. എല്ലാത്തിനും അപ്പുറം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു എന്നെയും എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെയും സഹായിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.